ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബനാന പോപ്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ പഴമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ തൊലി കറുത്തു പോകും. അപ്പൊ പിന്നെ ആരും ആ പഴത്തേക്ക് നോക്കാറേ ഇല്ല. അപ്പൊ അത് എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴം വേസ്റ്റ് ആവൂല, എല്ലാവരും ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും. അപ്പൊ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ബനാന പോപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പഴം വേണമെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിന്ന് 2 പഴത്തിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഞാനിത് നമ്മുടെ റോബസ്റ്റ് ഒക്കെ പോലത്തെ ഒരു പഴമാണ്. അപ്പോൾ ഇത് വലിപ്പമുള്ളതുകൊണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഈ പഴം തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന പഴം വെച്ചിട്ട് ചെയ്യാം. മൈസൂർ പഴമോ അല്ലെങ്കിൽ പൂവൻ പഴമോ ഒക്കെ ഏത് പഴത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞിട്ട് 2 പീസ് ഒരേ വലിപ്പത്തിലാക്കി മാറ്റാം നമുക്ക്. അപ്പൊ ഇതിന്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ആ കട്ട് ചെയ്ത ഭാഗം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് മുക്കി ഫ്രൈ ചെയ്യുന്ന മാവിലേക്ക് ആ ബാക്കി കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 പീസും തൊലി കളഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴം കുറച്ച് പഴുപ്പ് ഏറിയാലും ആരും വേസ്റ്റ് ആയി പോവില്ല. ഇങ്ങനെ ഫ്രൈ ചെയ്താല് പെട്ടെന്ന് കഴിച്ച് തീർത്തോളും. സാധാരണ നമ്മൾ ബോണ്ടൊക്കെയല്ലേ ചെയ്യാറുള്ളത്. മറ്റേ പഴം ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നാല് പീസും ഞാൻ ഒരേ വലിപ്പത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എക്സ്ട്രാ ഉള്ള ഭാഗം ഞാനത് കട്ട് ചെയ്ത് മാറ്റിയാണ്. രണ്ടും ഓരോ കഷ്ണങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 2 കഷ്ണങ്ങളും നമ്മള് കുറച്ച് മൈദ ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ 2 പഴത്തിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറെ പഴത്തിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബാക്കി വന്ന കഷ്ണങ്ങളൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പൊ മിക്സിയിൽ അടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടൊന്ന് അലിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഷുഗർ സിറപ്പിലും കൂടെ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ പഞ്ചസാര പിന്നെ മധുരം കൂടിപ്പോവും. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മുക്കിയെടുക്കാനുള്ള ഒരു പാകത്തിലാക്കി ബാറ്റർ ആക്കാം. നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ പൊരിക്കുമ്പോൾ ചെയ്യുന്ന മാവിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്താൽ മതി. ഇത് കൈ വെച്ചിട്ട് പഴം ഒന്ന് അലിയിച്ചാലും മതി, ഇല്ലെങ്കിൽ ഇതുപോലെ തവി വെച്ചിട്ട് ചെയ്താലും മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം മാവ്. നമുക്ക് ഓരോ പഴം മുക്കിയെടുക്കുമ്പോ അതിനനുസരിച്ചുള്ള ഒരു ലൂസ് മതി. നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മളെ പഴം മുക്കിയെടുക്കുമ്പോ അത് പഴത്തിൽ ഒട്ടിപ്പിടിക്കൂല മാവ്. അപ്പൊ നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ചെയ്യുന്ന ആ ഒരു പരുവത്തിലാക്കിയാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം കുറച്ച് കുറവാണ്, അപ്പൊ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടൊന്നുകൂടെ ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 4 പോപ്പ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പോപ്പ് സ്റ്റിക്ക് ഒന്നെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ കൊണ്ടുവരുമ്പോ ഈ സ്റ്റിക്ക് ഒന്ന് എടുത്ത് വെച്ചാൽ മതി കഴുകിയിട്ട്. അപ്പോൾ ഇത് 4 ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിങ്ങനെ ഓരോ സ്റ്റിക്കും ഓരോ പഴത്തിന്റെ പീസിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. സ്റ്റിക്കിന്റെ പകുതി ഭാഗം പഴത്തിന്റെ ഉള്ളിലേക്ക് കയറണം, ഇല്ലെങ്കിൽ പഴം പെട്ടെന്ന് നമ്മൾ മുക്കി ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിന്ന് ചാടും. അപ്പൊ അത് 4 പീസും ഞാനിങ്ങനെ സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ബനാന പോപ്സ് എന്ന് പറയുന്നതന്നെ നമ്മൾ ഈ ഒരു സ്റ്റിക്കിന്റെ ആ ഒരു ഇതാണ് കേട്ടോ. അപ്പൊ 4 ഞാൻ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ഫ്രൈ ചെയ്യാം. നമുക്ക് ഓയിൽ ചൂടായതിനു ശേഷം ഓരോ ബനാന പോപ്സ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് സ്റ്റിക്ക് കുത്തി വെച്ചിട്ടുള്ള ബനാന നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവില് നമുക്ക് ഓരോ പഴത്തിന്റെ പീസ് എടുത്തിട്ട്
നല്ലോണം ഒന്ന് മുക്കി കൊടുക്കുക. നമ്മുടെ സ്റ്റിക്ക് കുത്തിയ ഭാഗത്തൊക്കെ മാവാക്കി കൊടുക്കുക. അവിടെ ഹോൾ ഉണ്ടെങ്കിൽ അത് അടഞ്ഞോളും. എന്നിട്ട് നമുക്ക് ഓയിൽക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇതിന്റെ ഒരു ഭാഗം റെഡി ആവുമ്പോ നമുക്ക് മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം ഫ്രൈ ആവോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. കൈ പൊള്ളാതെ ചെയ്യാം. സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് മറ്റേ ഭാഗം കൂടെ റെഡി ആയിട്ടൊന്ന് കോരി മാറ്റാം. അപ്പം അതൊന്ന് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീരെ എണ്ണ കുടിക്കൊന്നുമില്ലത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ രണ്ട് ഭാഗവും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഓരോന്നായിട്ട് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഴത്തിൻ്റെ അളവിനനുസരിച്ച് പഞ്ചസാര സിറപ്പിൻ്റെ അളവ് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഇതിലേക്ക് നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് അധികം കട്ടിയുള്ള പഞ്ചസാര പാനിയല്ല കേട്ടോ. നമുക്കതൊന്ന് മുക്കിയെടുക്കാൻ, അതൊന്ന് നമുക്ക് കോൺഫ്ലേക്സ് റോൾ ചെയ്യുമ്പോൾ ഒന്ന് സ്റ്റിക്ക് ചെയ്യാനുള്ളൊരു പരുവത്തിനാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പഞ്ചസാര പാനിയാണ് കട്ടിയാക്കി എടുക്കേണ്ടത്. ഒരു നൂൽപ്പരുവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലേക്സ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക, അതാണ് ടേസ്റ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾ അവല് വെച്ചിട്ട് ചെയ്താൽ മതി, അതും ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചു വെക്കാം. ഇത് മിക്സിയിലിട്ടൊന്നും പൊടിക്കണ്ട, അപ്പോൾ നല്ല പൗഡറായി പോവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഷുഗർ സിറപ്പിലൊന്ന് മുക്കിയെടുത്തിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പിലൊന്ന് മുക്കിയെടുക്കുക. എങ്കിലും നമ്മൾ കോൺഫ്ലേക്സിൽ റോൾ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ശരിക്കും ഒട്ടി പിടിക്കുള്ളൂ. കോൺഫ്ലേക്സ് നന്നായിട്ടൊന്ന് റോൾ ചെയ്യാം. ഇത് ശരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉള്ളിലെ പഴം നല്ല സോഫ്റ്റ് ആയിരിക്കും. പുറത്ത് നമ്മൾ ഈ ഒരു കോൺഫ്ലേക്സിന്റെ ഒരു ക്രിസ്പ്നെസ് ഉണ്ടാവും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കോൺഫ്ലേക്സ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ റോൾ ചെയ്യാം. അങ്ങനെ എല്ലാം നമുക്കൊന്ന് റോൾ ചെയ്ത് വെക്കാം. ഇങ്ങനെ നമ്മുടെ ബനാന പോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം. അതുപോലെ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.